യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യാക്കോബിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമേറിയ വചനമാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഞാൻ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും, യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരൊക്കെയും രക്ഷിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടവരെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു ഉറപ്പാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ബലമായിരിക്കണം, നമ്മുടെ ഒരു ഉറപ്പായിരിക്കണം. വേദപുസ്തകത്തിൽ ഉടനീളം ഈ വചനത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ബലമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 33 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നമുക്ക് കഷ്ടമില്ല എന്നോ രോഗമില്ല എന്നോ പ്രശ്നങ്ങളില്ല എന്നോ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറ്റ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് രോഗങ്ങളുണ്ട്, നമുക്ക് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മുടെ ബലം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മിൽ നിന്ന് അകന്നല്ല നിൽക്കുന്നത്, നമ്മുടെ കൂടെയാണ്. നമ്മുടെ കൂടെ ആ ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഉറപ്പായിരിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ വിശ്വാസ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പൗലോസ് അപ്പോസ്തലന്റെ ബലം എന്ന് പറയപ്പെടുന്നത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കൂടെ നിൽക്കുന്നവരൊക്കെ കൈവിടുന്ന സമയത്തും സാഹചര്യങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലന് എതിരായിരിക്കുന്ന സമയത്തും പൗലോസിന്റെ ഉറപ്പ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവന് തന്നെ ആപത്ത് ഉണ്ടാകുന്ന സമയത്തൊക്കെ തൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം ദർശനത്തിൽ കൂടി ഇറങ്ങി വന്ന് പൗലോസിനെ ബലപ്പെടുത്തുന്നത് കാണുവാൻ പറ്റും. അവിടെ എല്ലാം പൗലോസിനോട് പറയുന്നത്, നീ പേടിക്കേണ്ട, നീ ധൈര്യമായിരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കരുത്. സാഹചര്യങ്ങളെ കണ്ട് പേടിക്കരുത്, അവസ്ഥകളെ കണ്ട് പേടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലമായ രോഗാവസ്ഥകൾ, കടബാധ്യതകൾ, ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിനകത്ത് ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. പ്രായഭേദമന്യേ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എങ്ങനെ മരിക്കാമെന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇന്ന് കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമാണ്. പ്രായവ്യത്യാസമന്യേ അനവധി പേർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആദ്യം ചിന്തിക്കുന്നത് മരണത്തെയാണ്. മരണത്തോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ്. എന്നാൽ പ്രിയരെ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസാന വാക്കല്ല. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒളിച്ചോട്ടത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ ലഹരികളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പ്രിയരെ, ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ജീവിതത്തിൽ എല്ലാ സമയവും ഒന്നുപോലെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അടുത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിൽ കാണുമോ എന്ന് അറിയത്തില്ല. ഇതൊക്കെ ഇഹലോകത്തിലായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാവുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ സന്തോഷം മാറും, ഇന്നത്തെ സമാധാനം മാറും, ഇന്നത്തെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇഹലോകത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സമ്പത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെടാതെ വണ്ണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ഉറപ്പ്. എന്താണ് ആ വിശ്വാസം? ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, മറക്കയില്ല
എന്നൊരു പ്രോമിസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സന്തോഷവുമാണ്, നമ്മുടെ ഒരു ഭയവുമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു വാക്യമാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മിൽ നിന്ന് അകന്നല്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പോലും ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഒരു ഭയം അതായിരിക്കണം, ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തത്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആമേൻ. സാഹചര്യങ്ങളെ ഭയപ്പെടാതെ, ശത്രുവിനെ ഭയപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഏക റീസൺ എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യെരുശലേം യെഹെസ്കേൽ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് വലിയൊരു യുദ്ധഭീതി ആ രാജ്യത്തെ ഭാരപ്പെടുത്തുമ്പോൾ അവിടെ ഈ യെഹെസ്കേൽ വിളിച്ചു കൂട്ടിയിട്ട് യെരുശലേം നിവാസികളോട് പറയുന്ന ഒരു വചനമുണ്ട്. 2 ദിനവൃത്താന്തം പുസ്തകം 32-ാം അധ്യായം അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അശ്ശൂർ രാജാവിനെയും ആ രാജാവിന്റെ കൂടെയുള്ളവരെയും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം അവരെക്കാളും വലിയവൻ നിങ്ങളുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അത് നമ്മൾ വിശ്വസിക്കണം പ്രിയരെ. നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന ശത്രുക്കളെക്കാളും ബലമേറിയവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്ന രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്ന സാമ്പത്തിക മേഖലകളെ മറികടക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അവിടെ പറയുകയാണ്, അവരോട് കൂടെ മാംസഭുജമേയുള്ളൂ, എന്നാൽ നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയരെ, ഇവിടെ യെഹെസ്കേയാവ് വളരെ വ്യക്തമായിട്ട് യെരുശലേമിലെ ജനങ്ങളോട് പറയുകയാണ്, നമ്മെ സഹായിപ്പാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു ദൈവമുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ യെരുശലേമിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദ നിവാസികൾക്ക് ഒരു ബലമായിരുന്നു. അവിടെ യഹൂദ രാജാവായ യെഹെസ്കേയാവിന്റെ വാക്കുകളിൽ അവർ ആശ്രയിച്ചു. ഈ വേദപുസ്തകത്തിൽ മുഴുവനും പ്രിയരെ കർത്താവിൽ വിശ്വസിക്കുന്ന ജനത്തിന് ബലം കൊടുക്കുന്ന ഒരു വാക്കാണ് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാർ നമ്മെ വിട്ടു പോകും, നമ്മുടെ ചാർച്ചക്കാർ നമ്മെ വിട്ടു പോകും, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ വിട്ടു പോകും, നമ്മുടെ മക്കൾ നമ്മെ വിട്ടു മാറും, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിട്ടു മാറും. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ അനാഥരാക്കിയാലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അത് ദൈവത്തിന്റെ പ്രോമിസാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ പ്രോമിസാണ്. ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളത് ദൈവത്തിന്റെ പ്രോമിസാണ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളത് ദൈവത്തിന്റെ പ്രോമിസാണ്. ആ വാഗ്ദത്തങ്ങൾ നമ്മൾ വിശ്വസിക്കണം പ്രിയരെ. ദൈവം കളവ് പറയുന്ന ദൈവമല്ല. ആമേൻ. ദൈവം നിവർത്തീകരിക്കപ്പെടാത്ത ഒരു കാര്യം പറയുന്ന ദൈവമല്ല. അപ്പോൾ ദൈവം എന്നെ സഹായിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയും. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല. കാരണം എന്തുകൊണ്ട് പ്രിയരെ? അവർക്ക് സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുകൊണ്ടല്ല, അവർക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് നമ്മെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം മനുഷ്യർ നിൽക്കുന്നത് പരിമിതികൾക്കകത്താണ്. എന്നാൽ ദൈവം പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവമല്ല. കാരണം ദൈവം പ്രിയരെ സർവ്വവ്യാപിയാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ നിത്യദൈവമാണ്. ആമേൻ. അവൻ ഓൾ മൈറ്റി ലോർഡാണ്. അപ്പോൾ ആ സർവശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ആ ദൈവം നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മെ സഹായിക്കും. ദാവീദിന്റെ ജീവിതം മുഴുവനും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത്, ആമേൻ, ദാവീദ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തിയാണ് ദാവീദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദാവീദിന്റെ ജീവിതം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു.
ഒരു ഇടയച്ചക്കൻ എന്ന് പേർ വിളിക്കപ്പെട്ട ആമേൻ ഒരു ചെറുപ്പക്കാരനെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഒന്നേയുള്ളൂ പ്രിയരെ, കാട്ടിനകത്ത് ആടുമേച്ചുകൊണ്ട് നടന്നവനെ വീട്ടിൽ വിളിച്ചു വരുത്തി അപ്പന്റെയും സഹോദരങ്ങളുടെയും മധ്യത്തിൽ വെച്ച് ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തു എങ്കിൽ റീസൺ ഒന്നേയുള്ളൂ, ദാവീദിന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്കൊരു ഇടയനുണ്ട്, ആ ഇടയന്റെ പേര് യഹോവ എന്നാണ്. ആ ഇടയൻ എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടാകയില്ല. ഞാൻ പച്ച പുൽപ്പുറത്തു കൂടി നടക്കും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ ഞാൻ കിടക്കും, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഇതൊക്കെ പറയുവാൻ ഏക റീസൺ എന്ന് പറയുന്നത്, ദാവീദിന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് 16-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത്, ആമേൻ, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ഉള്ളം ഉല്ലസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് പ്രതിസന്ധികളെ മറികടക്കുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കി തീർക്കുന്നത്. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്. 1 കൊരിന്ത്യർ 3:23 പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. ആമേൻ. അപ്പോൾ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറയരുത്. നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, നിങ്ങളെ സമാധാനപ്പെടുത്തുവാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരിക്കലും വരുവാൻ പാടില്ലാത്ത ഒരു പദമാണ് ഞാൻ ഒറ്റയ്ക്കെന്നുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. നിങ്ങളെ അനാഥരായിട്ട് എൻ്റെ ദൈവം വിടുകയില്ല. ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിശ്വസിക്ക് പ്രിയരെ, നിങ്ങൾ വിശ്വസിക്ക്. മറ്റുള്ളവർ അത് വിശ്വസിക്കണമെന്നല്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. മരണപര്യന്തം ആമേൻ വേർവിരിയത്തില്ല എന്ന് വിവാഹ സമയത്തൊക്കെ ഉടമ്പടി എടുക്കാറുണ്ട്. എന്നാൽ ആ ഉടമ്പടി കാത്തു സൂക്ഷിക്കുവാൻ പലപ്പോഴും മനുഷ്യർക്ക് കഴിയുന്നില്ല. എന്നാൽ പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. അവന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു. മുൻപേ നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ കരുണ ലഭിച്ചവരാകുന്നു. അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾക്ക് ആമേൻ, മുൻപേ നിങ്ങൾ ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരായിരുന്നു, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പേർ വിളിക്കാൻ പറ്റാത്തവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഇസ്രായേൽ പൗരത്വത്തിലോട്ട് പ്രവേശിക്കപ്പെട്ടു. നിങ്ങൾക്ക് ആമേൻ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറുവാൻ കഴിഞ്ഞു. നിങ്ങൾക്കൊരു ഇടയനുണ്ട്, നിങ്ങൾക്കൊരു സഹായകനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, ആമേൻ, യഹോവ എനിക്ക് സഹായം, എനിക്ക് തുണ. ആമേൻ. ഞാൻ ആരെ പേടിക്കും? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? അപ്പോൾ ജീവിതത്തിനകത്ത് മാനുഷികമായ പ്രതിസന്ധികൾ ഉണ്ടാകും, മാനുഷികമായ വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ ആ വെല്ലുവിളികളെ പൗലോസ് അപ്പോസ്തലൻ നേരിട്ടത് വിശ്വാസത്താലാണ്. എന്ത് വിശ്വാസം? യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ളത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം പ്രിയരെ. നിങ്ങൾക്ക് എതിരായിട്ട് ലോകം മുഴുവനും നിന്നാലും പ്രിയരെ, നിങ്ങൾക്ക് പക്ഷമായിട്ട് ദൈവമുണ്ട്. യഹോവ നിങ്ങൾക്ക് പക്ഷമായിട്ടുണ്ട്, യഹോവ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്ക്. നമ്മെ സഹായിക്കാൻ ഈ ലോകത്ത് ചിലപ്പോൾ ആരും കാണത്തില്ല, പക്ഷെ ദൈവം തരുന്ന ഒരു പ്രോമിസ് ആണ്. ആമേൻ. ഞാൻ നിങ്ങളെ സഹായിക്കും, ഐ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ വിശ്വസിക്കു പ്രിയരെ. ആമേൻ. നമ്മൾ ബലഹീനമായി തീരുന്ന സമയമുണ്ട്, നമ്മൾ നിരാശപ്പെട്ടു പോകുന്ന സമയമുണ്ട്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം, കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്ന പ്രോമിസാണ്, നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ ലോകം നിങ്ങളെ അനാഥരാക്കാൻ ശ്രമിച്ചാലും വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആ സർവശക്തനായ ദൈവം ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുവാൻ തക്കവണ്ണം ഒരു യാഗമൃഗമായി
തീർന്ന ആ സർവശക്തനായ ദൈവം, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ആ ദൈവം നമ്മെ സഹായിപ്പാൻ കൂടെയുണ്ട്, നമ്മെ ആശ്വസിപ്പാൻ കൂടെയുണ്ട്. ബൈബിൾ പറയുന്നു, യേശു കർത്താവ് ഈ ഭൂമിയിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവരൂപത്തോട് സമത്വം പിടിക്കാതെ ഒരു ദാസ്യവേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ വിളങ്ങി ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് 10,000 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിൽ കൂടി പ്രവചിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആ അത്ഭുത മന്ത്രി, ആ വീരനാം ദൈവം, ആ നിത്യപിതാവ്, ആ സമാധാന പ്രഭു എന്നെയും നിങ്ങളെയും നോക്കി വിളിച്ചു പറയുകയാണ്, ഐ ആം വിത്ത് യു, ഐ ആം ഇൻ യുവർ ഗോഡ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ സ്ട്രെങ്തൻ യു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. നിങ്ങൾ നോക്കിക്കൊള്ളണം പ്രിയരെ, യേശു കർത്താവ് ഗദശമന തോട്ടത്തിൽ മരണവെപ്രാളത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ എഴുതി വെച്ചു, ദൂതൻ ഇറങ്ങി വന്നവനെ ശക്തിപ്പെടുത്തി എന്ന്. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഗദശമനയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. ആമേൻ. ആര് നമ്മുടെ കൂടെ ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് വേണ്ടി ഒരു നാഴിക നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോലും ആരും ഇല്ലെന്നുള്ളൊരവസ്ഥ വരും. ആമേൻ. ഇന്നലെ വരെ നമ്മൾ സഹായിക്കുമെന്ന് ചിന്തിച്ചവരും ഇന്നലെ വരെ കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവരൊക്കെ നമ്മെ കൈവിടുന്ന ഒരു സമയം വരും. ആമേൻ. ഇന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞവർ എനിക്കിന്ന് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സമയം വരും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഉറപ്പോടെ പറയാം പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വേദനയുടെ മധ്യത്തിൽ, നിന്റെ നിരാശയുടെ മധ്യത്തിൽ, ആമേൻ, മാറി നിൽക്കാത്ത ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവമാ പറഞ്ഞത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്രായേൽ ജനത്തോട് അല്ലെങ്കിൽ യഹൂദ ജനത്തോട് യെഹസ്കിയാ രാജാവ് ഈ വാക്കുകളെ പറയുമ്പോൾ ദൈവത്തിന്റെ ജനം അവരിൽ ആ വാക്കുകളിൽ ആശ്രയം വെച്ചു, ആ വാക്കുകളെ വിശ്വസിച്ചു. ആമേൻ. അവിടെ പറയുകയാണ്, അശൂര്യനെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, അശൂരിന്റെ കൂടെ നിൽക്കുന്നവരെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിരായാലും പ്രിയരെ, നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. യായിറോസിന്റെ ജീവിതം എടുത്തൊന്ന് പരിശോധിക്കണം. യായിറോസ് ഒരു പള്ളിപ്രമാണിയായിരുന്നു. യഹൂദ മതത്തിൽ വിശ്വസിച്ച് യഹൂദ മതത്തിനു വേണ്ടി ആമേൻ പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തന്റെ ഏക മകൾ, 12 വയസ്സുള്ള മകൾ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ, ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിന് തന്റെ മകൾക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന് കണ്ടപ്പോൾ, തന്റെ പള്ളിയുടെ പ്രമാണിത്വവും സമൂഹത്തിലെ മേഖലകളെല്ലാം മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ട് യായിറോസ് യേശുവിന്റെ അടുക്കൽ ഓടിപ്പോയി എന്ന് ചോദിച്ചാൽ, യായിറോസിന് ഒരു കാര്യം മനസ്സിലായി, ആമേൻ, മെഡിക്കൽ സയൻസ് കൂടെ നിൽക്കത്തില്ല, എന്റെ പ്രമാണിത്വം കൂടെ നിൽക്കത്തില്ല, എന്റെ മതം കൂടെ നിൽക്കത്തില്ല, ആമേൻ, എന്നാൽ എന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവൻ യേശുവിൽ കണ്ടെത്തി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് യേശുവിൽ കൂടെ നമ്മൾ ദൈവത്തെ കണ്ടെത്തി എന്നുള്ളതാണ്. യേശുവിൽ കൂടെ നമ്മുടെ രക്ഷകനെ കണ്ടു എന്നുള്ളതാണ്. അന്ത്രയോസ്, ആമേൻ, ഹല്ലേലൂയ, ശീമോനോട് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ മിശിഹായെ കണ്ടെത്തി, ഞാൻ മിശിഹായെ കണ്ടെത്തി. പ്രിയരെ, ഒരു മീൻപിടുത്തക്കാരനായിരുന്ന, ഒരു അക്ഷരാഭ്യാസമില്ലാതിരുന്ന, ഒരു ഗലീലക്കാരനായിരുന്ന ശീമോൻ 1ാമത്തെ അപ്പോസ്തലനായി, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ നിയമപ്രകാരം 1ാമത്തെ മാർപ്പാപ്പയായി അവരോധിക്കപ്പെടുവാൻ ഏക റീസൺ അവന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ മശിഹായെ കണ്ടെത്തി എന്നുള്ളതാണ്. എന്താ റീസൺ പ്രിയരെ? ഈ അവനെ മശിഹയുടെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ ഒരു അന്ത്രയോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, എവിടെയൊക്കെയോ ചില അന്ത്രയോസുമാർ നിങ്ങളുടെ മുൻപിൽ കടന്നു വന്ന് ഈ മശിഹായെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ചിലർ മശിഹായെ ട്രാക്റ്റിൽ കൂടി പരിചയപ്പെടുത്തി, ചിലർ കൺവെൻഷൻ മെസ്സേജുകളിൽ കൂടി പരിചയപ്പെടുത്തി, ചിലർ പുസ്തകങ്ങളിൽ കൂടി പരിചയപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഈ മശിഹായെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ആമേൻ, ഗന്നസരത്ത് തീരത്ത് വെച്ച് ശൂന്യമായ പത്രോസിന്റെ പടകിനകത്ത് യേശു കർത്താവ് മശിഹ വന്ന് പ്രവേശിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശൂന്യതയുടെ മേഖലകളിൽ ജീവിതമാകുന്ന പടകിലേക്ക് നമ്മുടെ അനുവാദം പോലും ഇല്ലാതെ വന്ന് പ്രവേശിക്കാൻ തക്കവണ്ണം ആ മശിഹ തയ്യാറായതുകൊണ്ട് ഈ നല്ല ദൈവത്തെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്, ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് ഇടയായി
തീർന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആ ദൈവം നല്ലവനെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ആ ദൈവത്തെ രുചിച്ചറിഞ്ഞ യെഹെസ്കേൽ പറയുകയാണ്, നിങ്ങൾ അശ്ശൂരിനെ കണ്ട് ഭയപ്പെടരുത്, അവരുടെ കൂടെയുള്ള സൈന്യത്തെയോ സൈന്യത്തിന്റെ ബലത്തെയോ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, കാരണം അവനെക്കാളും വലിയവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു ദൈവം സാധാരണ ദൈവമല്ല. നിങ്ങൾ നോക്കിക്കേ, യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, ജീവിതത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, ജീവിതത്തിൽ സമ്പന്നതയോടെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തെ ആരാധിപ്പാൻ വലിയ ഉത്സാഹമാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയ ഉത്സാഹമാണ്. എന്നാൽ പ്രിയരെ, എവിടെയാ നമ്മുടെ പ്രാർത്ഥന കുറയുന്നത്? എവിടെയാ നമ്മുടെ ആരാധന കുറയുന്നത്? എവിടെയാ നമ്മുടെ വചനധ്യാനം കുറയുന്നത്? ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രിയരെ, ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ആവശ്യങ്ങളും കടന്നു വരുമ്പോഴാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ വെളിപ്പെടുത്തേണ്ടത്, ദൈവത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ ബലപ്പെടുത്തേണ്ടത്. പ്രിയരെ, പ്രതിസന്ധികൾ വർദ്ധിക്കുന്തോറും ദൈവത്തോടുള്ള ബന്ധം നമ്മൾ വർദ്ധിപ്പിച്ചേ മതിയാകൂ, ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ആമേൻ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ പ്രിയരെ, ഇഹലോകത്തിൽ നമ്മൾ തകർന്നു പോകും. ഇഹലോകത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കരുത്, ജഡത്തെ തന്റെ ഭുജമാക്കരുത്, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് മാറരുത്. പലപ്പോഴും പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കലാണോ ഓടി ചെല്ലുന്നത്, അതോ മനുഷ്യന്റെ അടുക്കലാണോ ഓടി ചെല്ലുന്നത്? പെട്ടെന്നൊരു വേദന വരുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രിയരെ നമ്മൾ അഭയം പ്രാപിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്. യഹോവയിൽ ആശ്രയം വയ്ക്കുക. നിങ്ങൾ മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നത്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് നല്ലതാ പ്രിയരെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെട്ടു എന്ന് വരത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം എല്ലാത്തിനും ഒരു സമയം വച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം അതതിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യും. നമ്മൾ ഒരിക്കലും പ്രിയരെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നു പോകുവാൻ നമ്മുടെ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. കണ്ണുനീര് കണ്ടാൽ മനസ്സലിയുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. കരയുന്നവരുടെ കൂടെ കരയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് അറിയപ്പെട്ടിരുന്ന ലാസറിന്റെ മരണ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ യഹൂദന്മാരും ബന്ധുക്കളൊക്കെ അവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് എൻ്റെ കർത്താവ് കൂടെ കരഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. കല്ലറയുടെ അടുക്കൽ ചെന്ന് കരയുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. അപ്പോൾ കരയുന്നവരുടെ കൂടെ കരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആമേൻ. കണ്ണുനീര് കണ്ടാൽ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ നിലവിളിക്ക് വ്യക്തമായി മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഹൃദയത്തിലെ ഞെരുക്കങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രിയരെ, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ ലോകം മുഴുവനും എന്നെ ഒറ്റപ്പെടുത്തിയാലും എന്നെ ഒറ്റപ്പെടുത്താത്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ആമേൻ. 2016-17 കാലഘട്ടത്ത് എൻ്റെ ആത്മീയ ജീവിത യാത്രയുടെ മധ്യത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എൻ്റെ കൂടെ നിന്നവരൊക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. മാനസികമായിട്ട് എനിക്കത് വലിയ വേദനയായിരുന്നു. ഞാൻ എവിടെയൊക്കെ ഒറ്റപ്പെട്ടെന്നൊരു തോന്നലുണ്ടായി. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്തോട്ട് കയറി ആമേൻ ഒറ്റയ്ക്കിരുന്ന് കരയുവാൻ തുടങ്ങി. ആ ഉച്ചത്തിൽ ശബ്ദമെടുത്ത് നിലവിളിക്കുവാൻ തുടങ്ങി. ആ സമയം ആമേൻ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വരുന്നത് പോലെ ആമേൻ എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ നെറുകയിൽ തലോടി, എൻ്റെ നെറുകയിൽ ചുംബിച്ച് എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, 10,000 നിന്റെ കൂടെയുണ്ടെങ്കിലും ഞാനില്ല എങ്കിൽ അത് വെറും ശൂന്യമാണ്. എന്നാൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമാണ് പ്രിയരെ. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവം കൂടെ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ ഞാനൊരു ശൂന്യ കഥാപാത്രമാണെങ്കിലും പ്രിയരെ, എല്ലാ ശൂന്യതകളെയും മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബലമാണ്. ഇവിടെ ദൈവം പറയുക, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്താം, ഞാൻ നിങ്ങളെ എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് ആമേൻ താങ്ങിക്കൊള്ളാമെന്ന്. ഇതുപോലെ നമ്മെ ബലപ്പെടുത്തുന്ന ആരുണ്ട് പ്രിയരെ? ഇതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ആരുണ്ട് പ്രിയരെ? ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രിയരെ,
നിന്റെ പ്രതിയോഗികളെ കണ്ട് നീ പേടിക്കരുത്. നിന്റെ രോഗത്തിന്റെ പേര് കേട്ട് നീ പേടിക്കരുത്. നിന്റെ സാമ്പത്തിക ബാധ്യതകളുടെ വലിപ്പം കണ്ട് നീ പേടിക്കരുത്. ഒരു ബാങ്കിലെ ജപ്തി നോട്ടീസ് കണ്ട് നീ പേടിക്കരുത്. ആമേൻ. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കണ്ട് നീ പേടിക്കരുത്. ആമേൻ. നിന്നെ നിത്യ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് ആമേൻ എത്തിപ്പാൻ തക്കവണ്ണം തന്റെ സ്വന്തം പുത്രനെന്ന ആദരവ് പോലും കൊടുക്കാതെ തന്റെ ഏകപുത്രനെ മരണത്തിന് വിട്ടുകൊടുത്ത ആ നല്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടെ നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ നെഞ്ചിൽ കൈവച്ചെന്ന് പറയാമോ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല നമ്മുടെ ബലം, നമ്മുടെ കൂടെ നമ്മെ പിന്തുടരുന്നവരല്ല നമ്മുടെ ബലം. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവമാണ് നമ്മുടെ ബലം എന്ന് പറയപ്പെടുന്നത്. ഈ ലോകത്തിലെ എല്ലാ വഴികളും അടഞ്ഞാലും എൻ്റെ ഏക വഴി എൻ്റെ ദൈവമാണ്. എല്ലാ സാഹചര്യങ്ങളും എനിക്ക് പ്രതികൂലമായാലും എൻ്റെ അനുകൂലം എൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം പ്രോമിസ് ചെയ്യുന്നവൻ മാത്രമല്ല, ആ പ്രോമിസ് നിറവേറ്റുന്നവനാ. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം കൂടെയുണ്ടെന്നൊരു ഉറപ്പ് അവർക്കുണ്ടാകട്ടെ. ജീവിതത്തിലെ കഷ്ടതകളുടെയും വേദനകളുടെയും നിരാശകളുടെയും ആവശ്യങ്ങളുടെയും മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കെന്ന് ചിന്തിക്കാതെ, ഞാൻ അനാഥനെന്ന് ചിന്തിക്കാതെ, മരണത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും ചിന്തിക്കാതെ എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും ഉറയ്ക്കുവാനും ഈ പ്രതിസന്ധികളെ മറികടക്കുവാനും തക്കവണ്ണം ഈ ജനത്തെ അവിടെ നിന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. ഹൃദയം തുറന്ന് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ഉറപ്പിക്കട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ ഈ വചനം നിങ്ങൾക്കൊരു എനർജി ആയിരിക്കട്ടെ.